എന്താണെന്നറിയില്ല, രാവിലെ തന്നെ എനിക്ക് വന്നപ്പോഴത്തേനും എനിക്ക് മധുരം കഴിക്കാനുള്ള ഒരു പൂതി കയറിയിട്ട് എന്തുണ്ടാക്കും ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് മുട്ടയപ്പം മനസ്സിലേക്ക് വന്നത്. പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല, വേഗം ചേച്ചി പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് ബാറ്റർ തയ്യാറാക്കി. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ, മൈദ, മുട്ട, പഞ്ചസാര, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം, ഇതെല്ലാം കൂടി ഇളക്കി അങ്ങോട്ട് ദോശമാവിന്റെ പരുവത്തിലാക്കി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും. ബാറ്റർ റെസ്റ്റ് ചെയ്യാനിരുന്ന സമയം കൊണ്ട് ഞാൻ ചട്ടി എവിടെയെങ്കിലും പോയി ഒപ്പിച്ചുകൊണ്ട് വന്നു. ഈ ചട്ടി എന്നെ ചതിക്കൂലെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ചട്ടി ചൂടാക്കി 2 സ്പൂൺ ബാറ്റർ ഒഴിച്ച് പിന്നെ ചെറിയൊരു കുമിളകൾ വന്നപ്പോൾ ഞാൻ ഒരു പാത്രം വെച്ച് അടച്ച് മുട്ടയപ്പത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ ചട്ടി എന്നെ ചതിച്ചു ഗൈസ്. പാത്രം മാറ്റി നോക്കിയപ്പോൾ മുട്ടയപ്പം കരിഞ്ഞിരിക്കണം. പിന്നെ ഞാൻ വേഗം ദോശയുടെ പാൻ എടുത്ത് അതിലേക്ക് ബാറ്റർ ഒഴിച്ച് മൂടി വെച്ച് തുറന്നു നോക്കുമ്പോൾ എനിക്കെന്തോ പാൻ കേക്ക് ഉണ്ടാക്കിയ പോലെയാട്ടോ തോന്നിയത്. പക്ഷേ ഞാൻ ആ ബാറ്റർ മൊത്തം എടുത്ത് എല്ലാ അപ്പവും ഉണ്ടാക്കിയെടുത്തു. മുട്ടയപ്പം ഇപ്പോൾ പാൻ കേക്കോ അല്ലെങ്കിൽ മൈദ കലക്കി ചുട്ടപ്പോ എന്ത് വേണമെങ്കിലും ഇപ്പോൾ പറയാനുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഓരോ അപ്പങ്ങളായിട്ട് ഞാൻ ചുട്ടെടുത്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചപ്പോൾ മുട്ടയപ്പം കഴിക്കുന്ന രീതിയിൽ തന്നെയാട്ടോ കഴിച്ചത്. ഞാൻ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല, പ്ലേറ്റിലേക്ക് അപ്പം വെച്ച് തേങ്ങാപ്പാലിൻ്റെ മേളിൽ വെച്ച് പഞ്ചസാരയും തൂവി കഴിക്കാം, അത്രേ ഉള്ളൂ. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, മുട്ടയപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ബാറ്റർ വെച്ച് ഫോട്ടോ വരാതിരിക്കാനുള്ള കാരണം മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ബൈ.